ഗുഡ് മോർണിംഗ് മൈ ഡി സ്റ്റുഡൻസ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അടുത്ത പോർഷൻ. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷനാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. ദ സെക്യൂരിറ്റി ജനറലി മീൻസ് എ ഡോക്യുമെൻറ്റ് എക്നോളജിങ് ദ ഡെപ്റ്റ് ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഓർ സം അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫ്രം ജനറൽ പബ്ലിക്. പബ്ലിക്കിൽ നിന്ന് കടമെടുക്കുകയാണ്. ആര് കടമെടുക്കുന്നത്? നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ കടമെടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ അത്തരം എടുക്കുന്നതിനെയാണ്, ആ ഡെപ്റ്റ് എക്നോളജ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്യൂരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി എനി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഓഫ് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഗവൺമെൻറ്റാണ് കണ്ടെടുക്കണമല്ലോ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എടുക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കാം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് എ ലോക്കൽ അതോറിറ്റി ഓർ എ കമ്പനി. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റിനെയും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഡിബഞ്ചറും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ ഡിബഞ്ചർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് എ ലോക്കൽ അതോറിറ്റി ആവാം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അണ്ടറിലാവാം. ഇനി ബേസിസ് ഓഫ് ചാർജ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ക്യാഷ് ബേസിസിനാവാം അല്ലെങ്കിൽ ഡ്യുവൽ ബേസിസിനാവും. ഏതിന് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ ഒന്നിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല എങ്കിൽ ഡ്യൂ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്. ദെൻ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻട്രസ്റ്റ് ഷാൽ ബി ടാക്സബിൾ വെൻ ദ ഇൻട്രസ്റ്റ് ഫോൾസ് ഡ്യൂ. എപ്പോഴാണോ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ആ സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കൺസിഡറേഷൻ നമ്മൾ നോക്കുക. സാധാരണഗതിക്ക് ക്വസ്റ്റ്യനിൽ ഒന്നും പറയാറില്ല സാധാരണ. അപ്പോൾ നമ്മൾ ഡ്യൂ ബേസിസിൽ കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എന്നാണോ ഇൻട്രസ്റ്റ് ഡേറ്റ് ഡ്യൂ ആവുന്നത് ആ ഡേറ്റിന് അത് ടാക്സബിൾ ആയിരിക്കും. ദെൻ എക്സ്പെൻഡിച്ചർ അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇവിടെ കുറേ എക്സ്പെൻഡിച്ചേഴ്സൊക്കെ ഡിഡക്ഷനായിട്ട് നമുക്ക് അലൗ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. നമ്മൾ പറയുന്ന എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് ദ എക്സ്പെൻഡിച്ചർ സച്ച് ആസ് കളക്ഷൻ എക്സ്പെൻഡിച്ചർ. അതായത് ഈ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പൈസ ചിലവായി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതർ എക്സ്പെൻസസ് ആർ ഡിഡക്റ്റബിൾ ഫ്രം ഇൻട്രസ്റ്റ്. ഇതേമാതിരി വരുന്ന വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെയും നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ചുരുക്കത്തിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ പബ്ലിക്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള കടത്തിനെയാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആ സെക്യൂരിറ്റിയുടെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. ഡ്യൂ ബേസിസിലാണ് നമ്മൾ ചാർജ് ചെയ്യുക. അതായത് ഏത് ഡേറ്റിനാണോ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ആ ഡേറ്റിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം തന്നെയും നമുക്ക് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീനെ പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള രണ്ട് ടൈപ്പാണ് ബ്രോഡായിട്ട് നമ്മൾ പറയുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റിയും നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയും. പേര് കേട്ടാൽ തന്നെ അറിയാലോ. ഗവൺമെൻറ് ഇറക്കുന്ന സെക്യൂരിറ്റീസ് ആണ് എങ്കിൽ അതിനെ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്നും, നോൺ ഗവൺമെൻറ് അല്ല ഗവൺമെൻറ് അല്ലാണ്ട് ബാക്കിയുള്ള ആളുകൾ ഇറക്കുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം തന്നെ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുക. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിനെയും വീണ്ടും രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഈ 4 ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റി രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട് പറഞ്ഞില്ലേ. ഏതാണ്? ലെസ് ടാക്സ് സെക്യൂരിറ്റിയും ടാക്സ് ഫ്രീ സെക്യൂരിറ്റിയും. അത് അതേമാതിരി തന്നെയുണ്ട്. നോൺ ഗവൺമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ നോൺ ഗവൺമെൻറ് ലെസ് ടാക്സ് സെക്യൂരിറ്റി, നോൺ ഗവൺമെൻറ് ടാക്സ് ഫ്രീ സെക്യൂരിറ്റി. അത് എല്ലാം പേരുകളെല്ലാം സെയിം തന്നെയാണ്. ഗവൺമെൻറ് നോൺ ഗവൺമെൻറ് എന്നുള്ള ഇതിൽ മാത്രമേ അതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഈ 4 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി ഇതിൽ ഈ 4 സെക്യൂരിറ്റീസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ലെസ് ടാക്സ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ടാക്സ് ഫ്രീ സെക്യൂരിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറയും. അതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ ഏതായിട്ട് ഇതിനെയാണ് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. അതിൽ മാത്രമേ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജനറലായിട്ട് നമ്മൾ പറഞ്ഞു പോകേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇവിടെ ടാക്സ് ഫ്രീ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് സെക്യൂരിറ്റീസ് ആർ ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അല്ലേ, ടാക്സ് ഫ്രീ എന്നാണല്ലോ പറയുന്നത്. അതായത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി ഇത് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യും വേണ്ട, ടാക്സ് കൊടുക്കും വേണ്ട എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ദ ഫോളോയിങ് സെക്യൂരിറ്റീസ് ബോൺസ് ഓർ ഡെപ്പോസിറ്റ് എക്സെട്ര ഇസ് ഫുള്ളി എക്സെപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് ഇത്തരത്തിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ടാക്സ് ഫ്രീ ആയിട്ട്, അതായത് എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഫസ്റ്റ് പഠിക്കുന്ന എല്ലാ അസസീസിനും ടാക്സ് ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ
12-year National Savings Annuity Certificate. Then National Defense Gold Bond 1980. Special Bearer Bonds 1991. Treasury Savings Bank Deposit Certificate of 10 years. ഇതിങ്ങനെ പേരുകൾ ഓരോന്നിങ്ങനെ പഠിക്കുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അതിങ്ങനെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പ്രോബ്ലംസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഫെമിലറൈസ് ആവും. പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ്, നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ്, നാഷണൽ പ്ലാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞില്ല കേട്ടോ, ഇനിയുണ്ട്. പോസ്റ്റ് ഓഫീസ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് 12 years or 7 years. ദെൻ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഇനി പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്കൊക്കെ പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ, അതായത് സിംഗിൾ അക്കൗണ്ട്, നമ്മൾ ഒരാളുടെ പേരിൽ മാത്രമുള്ള അക്കൗണ്ട് ആണെങ്കിൽ അതിന് 3500 രൂപ വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അതേ സമയത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എടുക്കുന്ന അക്കൗണ്ട് ജോയിൻറ്റ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കും, അതായത് ഒന്നിലധികം ആളുകളുടെ പേരിൽ ഒരുമിച്ചിട്ട് നമ്മൾ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം എക്സംഷൻ കിട്ടുക 7000 രൂപ കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസ് ക്യുമുലേറ്റീവ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ദെൻ സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീം 1981. Fixed deposit scheme governed by the savings certificate. Then fixed deposits scheme governed by the post office. Rules of 1968. Public account in post office. Bonds issued by local authority and specified by central government. Gold deposit bond 1999. ദെൻ അപ്പോൾ ഇത്രയുമാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നുള്ളത്. എല്ലാ അസസീസിനും ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് വിടുക, അല്ലാതെ നമുക്കത് ബൈഹാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് കൃത്യമായിട്ട് അതിൽ ഈ കാണുന്ന ഐറ്റംസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിൽ കൃത്യമായിട്ട് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാണ്ട് വരുന്ന ബാക്കിയുള്ളതൊക്കെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസ് NHUFൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 4 ഐറ്റംസേ അവിടെ പറയുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ 7% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ട്, ഇൻട്രസ്റ്റ് ഓൺ 8% റിലീഫ് ബോണ്ട് 2002 ആൻഡ് 6.5 സേവിങ്സ് ബോണ്ട് 2003. ദെൻ ഇൻട്രസ്റ്റ് ഓൺ നോട്ടിഫൈഡ് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ പബ്ലിക് സെക്ടർ കമ്പനീസ്. അപ്പോൾ ഈ 3 എണ്ണം, അതിൽ രണ്ടാമത്തെ എണ്ണയിൽ 2 എണ്ണം വരുന്നുണ്ടല്ലോ. അങ്ങനെ 4 ഐറ്റംസാണ് ഇൻഡിവിജ്വലിനും HUFനും ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റി ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എല്ലാ അസസീസിനും, അതായത് അസസീസ് എന്ന് പറയുമ്പോൾ കമ്പനി ആവാം, ഫേം ആവാം, ലോക്കൽ അതോറിറ്റീസ് ആവാം, ഏതാവാം നമുക്കറിയാലോ. അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ളതാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇൻഡിവിജ്വലിൻ്റെ കേസിലും HUFൻ്റെ കേസിലും ഈ 3 എണ്ണം കൂടി നമ്മളതിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റിയുമായി പഠിക്കാനുള്ളത്. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇറക്കുന്ന സെക്യൂരിറ്റീസാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതിൽ തന്നെ ടാക്സ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അതായത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ കണക്കാക്കുകയോ വേണ്ട. ഇനി ഗവൺമെൻറ് സെക്യൂരിറ്റീസിലെ രണ്ടാമത്തെ വിഭാഗം ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ദീസ് സെക്യൂരിറ്റീസ് ആർ ഐദർ ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സെൻട്രലിൻ്റെ ആവും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവും. ഇനി these are taxable securities but no tax is deducted at source on such securities. ഈ സെക്യൂരിറ്റീസ് മറ്റേതിൻ്റെ പോലെ ടാക്സ് ഫ്രീ അല്ല, ഇത് ലെസ് ടാക്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സിബിൾ സെക്യൂരിറ്റീസ് ആണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് അവിടെ നടക്കുന്നില്ല. ഇപ്പം നമ്മൾ ലോട്ടറി ഇൻകൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 10 ലക്ഷം രൂപ എനിക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിന് 30% 3 ലക്ഷം രൂപ കുറച്ച് ബാക്കി 7 ലക്ഷം എൻ്റെ കൈ കിട്ടുള്ളൂ. അവിടെ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് വരുന്നുണ്ട്. അതായത് 30% ടാക്സ് 3 ലക്ഷം രൂപ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി പൈസ മാത്രമേ തരുള്ളൂ. പക്ഷേ ഈ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ ഇങ്ങനെ ടാക്സിബിൾ സെക്യൂരിറ്റീസ് ആണ് എങ്കിലും എന്ത് ചെയ്യുന്നില്ല, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് അവിടെ ചെയ്യുന്നില്ല. ഫുൾ എമൗണ്ട് ആ 10 ലക്ഷം രൂപയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ തന്നെയാണ് കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഹെൻസ് ദ ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റീസ് വിൽ നോട്ട് ബി ഗ്രോസ്ഡ് അപ്പ്. നമ്മൾ ഗ്രോസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയോ, നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 10 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറച്ച് ബാക്കി 7 ലക്ഷം എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അവിടെ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടാണ് ഈ 7 ലക്ഷം വരുന്നത്. അപ്പോൾ ആ 7 ലക്ഷത്തിനെ ഞാൻ ഗ്രോസ് അപ്പ് ചെയ്യേണ്ടി വരുന്നു, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ പറയുന്നത് ഇവിടെ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ദെൻ ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ ഇത്രയും പറയുള്ളൂ. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ലെസ് ടാക്സും ഉണ്ട്, ടാക്സ് ഫ്രീ ഉണ്ട്. ടാക്സ് ഫ്രീ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ടാക്സബിൾ ആണ്, പക്ഷേ എന്താണ് ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ്, ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലാത്ത സെക്യൂരിറ്റീസിനെയൊക്കെയാണ് നമ്മൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നുണ്ടായിരിക്കുക.
These securities are issued by local authority, statutory corporation and companies in the form of bonds or debentures. ബോണ്ടുകളുടെയോ ഡിബഞ്ചേഴ്സിൻ്റെയോ ഫോമിൽ ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓൺ ദീസ് സെക്യൂരിറ്റീസ് ടാക്സ് ഇസ് ഡിഡക്റ്റഡ് സോഴ്സ് വിൽ ബി ബോൺ ബൈ ദ ഇഷ്യൂയിങ് കമ്പനി. ഈ സെക്യൂരിറ്റീസിൻ്റെ കേസിൽ എന്ത് പറയുന്നുണ്ട്? ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് നടക്കുന്നുണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഗ്രോസപ്പ് ചെയ്യേണ്ടി വരും. ഹെൻസ് ദി അസസി വിൽ ബി ഗെറ്റിംഗ് ദ ഇൻട്രസ്റ്റ് സ്പെസിഫൈഡ്, ബട്ട് ഓൾവേസ് ഗ്രോസ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻകം. ഹെൻസ് ഓൾവേസ് ഇൻട്രസ്റ്റ് ഈസ് ടു ബി ഗ്രോസപ്പ്. പറഞ്ഞല്ലോ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനത്തെ നമ്മൾ എപ്പോഴും ഗ്രോസപ്പ് ചെയ്തിട്ടേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി ഗ്രോസപ്പ് ചെയ്യുക എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതായത് എമൗണ്ട് റിസീവ്ഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ്, അത് 100ൽ നിന്ന് കുറച്ചിട്ട് നമ്മൾ കാഷ്വൽ ഇൻകം ആയിരുന്നപ്പോൾ ഡിവൈഡഡ് ബൈ 70 ചെയ്യും. ഇനി സെക്യൂരിറ്റീസിൻ്റെ കേസിൽ, നോർമൽ കേസിൽ നമ്മൾ ഡിവൈഡഡ് ബൈ 90 ആണ് ചെയ്യുക. അല്ലെങ്കിൽ ചില കേസിൽ നമ്മൾ 92.5 വെച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോസപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ മനസ്സിലാക്കുക. ഇതിൽ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ? ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ഇതിൽ ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ആണെങ്കിൽ നമുക്ക് ഇപ്പോഴും അത് ഗ്രോസപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എമൗണ്ട് കോളത്തിലേക്ക് എമൗണ്ട് എഴുതാൻ പറ്റുള്ളൂ. ദെൻ ദ നെക്സ്റ്റ് ഈസ് ലിസ്റ്റ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇനി നാലാമത്തെ വിഭാഗം ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഓൺ ദീസ് സെക്യൂരിറ്റീസ് ടാക്സ് ഇസ് ഡിഡക്റ്റഡ് സോഴ്സ് ആൻഡ് ഓൺലി ദി ബാലൻസ് എമൗണ്ട്, ദാറ്റ് ഈസ് ദ നെറ്റ് എമൗണ്ട് ഈസ് ഗിവൺ ടു ദി SSC. ഈ കേസിലും എന്ത് തന്നെ പറയുന്നത്? ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് അവിടെ നടക്കുന്നുണ്ട്. ബാക്കി വരുന്ന പൈസ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് റിസീവ് ചെയ്യുന്നുള്ളൂ. അതായത് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് ഡിഡക്റ്റഡ് 3 ലക്ഷം കഴിഞ്ഞിട്ട് ബാക്കി 70,000 റിസീവ് ചെയ്യാൻ പറ്റില്ലേ? അതേമാതിരി ആ 7 ലക്ഷം മാത്രമേ ഇവിടെ റിസീവ് ചെയ്യുന്നുള്ളൂ. ബാലൻസ് എമൗണ്ട്, ടാക്സ് ഡിഡക്റ്റഡിന് ശേഷം വരുന്ന ബാലൻസ് എമൗണ്ട് എന്താണോ അത് മാത്രമേ നമുക്ക് റിസീവ് ചെയ്യുള്ളൂ. Hence, if the amount of interest actually received by the SSC is given, it is to be grossed up. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ 2-3 തരത്തിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. 2 തരത്തിൽ കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഇതിൽ ചില കേസിൽ നമ്മൾ ഗ്രോസപ്പ് ചെയ്യേണ്ടി വരും, ചില കേസിൽ നമ്മൾ ഗ്രോസപ്പ് ചെയ്യേണ്ട. സാധാരണ പറയുന്നത് എന്താ വെച്ചാൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സിന് ശേഷം മാത്രമേ എമൗണ്ട് SSCക്ക് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആക്ച്വലി റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ അത് നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. But if the interest due, that is the amount invested and the rate of interest receivable, അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാ, ഇത്ര ഉറുപ്പ്യ നമ്മൾ ഈ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഇത്ര ശതമാനമാണ് റേറ്റ്, അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നത് എങ്കിൽ അതെന്താണ്? നമ്മളവിടെ കൃത്യമായി നമ്മൾ ആ എമൗണ്ടിൻ്റെ മുകളിൽ എത്ര ഇൻട്രസ്റ്റ് വരുന്നത് കൃത്യമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് 10 ലക്ഷം രൂപയുടെ മുകളിൽ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് കിട്ടുക, നമ്മളവിടെ കാൽക്കുലേറ്റ്. അപ്പോൾ ആ ഇൻട്രസ്റ്റിൽ നിന്ന് പിന്നെ അവിടെ ടാക്സ് ഡിഡക്റ്റഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, നമ്മളാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? കമ്പനി അത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് നമ്മളോട് പറയുകയല്ല ചെയ്യുന്നത്. നമ്മൾക്ക് ഡയറക്റ്റ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് തന്നു, അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സിറ്റുവേഷനിലാണ് ഇതിങ്ങനെ ഉണ്ടാവുക. എമൗണ്ട് ഇൻവെസ്റ്റഡും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവബിൾ കിട്ടാനുള്ളത് എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെ എമൗണ്ട് ഇൻവെസ്റ്റഡും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട് എങ്കിൽ നമ്മളത് ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാ കേസിലും ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ നമ്മൾ ഗ്രോസപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. വി ക്യാൻ meet